മധുരം ജീവിത സായാഹ്നം മഹനീയം ഈ സായം സന്ധ്യ ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാം ദൈവം കരം പിടിക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ലോകമെമ്പാടുമുള്ള എല്ലാ മാന്യ പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാമിൽ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ജീവിതത്തിൻ്റെ സായങ്കാലം മധുരിക്കുന്ന അനുഭവം മക്കൾ കൊടുക്കുന്ന നല്ല കുടുംബങ്ങളെ പരിചയപ്പെടുത്തുകയാണല്ലോ. ഇന്ന് അതുപോലെ ഒരു കുടുംബത്തെ പരിചയപ്പെടുത്താം. താമരശ്ശേരി രൂപതയിലെ പൂതമ്പാറ ലിറ്റിൽ ഫ്ലവർ ഇടവകയിൽപ്പെട്ട ഓലിക്കൽ കുടുംബമാണ്. പാപ്പച്ചൻ ചേട്ടൻ്റെയും ചിന്നമ്മ അമ്മയുടെയും കുടുംബം 1947 ശേഷം കോട്ടയം ജില്ലയിലെ വാഴൂരിൽ നിന്ന് കുടിയേറിയ കുടുംബം വളരെയേറെ കഷ്ടപ്പാടിലൂടെ, ദാരിദ്ര്യത്തിലൂടെ, ബുദ്ധിമുട്ടിലൂടെ ദൈവത്തിൻ്റെ കരം പിടിച്ച് പ്രകൃതിയോടും വന്യമൃഗങ്ങളോടും മല്ലടിച്ച് ജീവിതം കെട്ടിപ്പടുത്ത ഒരു നല്ല കുടുംബം. അബ്രാഹത്തിൻ്റെ കുടുംബത്തിൽ ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നത് പോലെ ഈ കുടുംബത്തിലും ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു. നസ്രസിലെ തിരുക്കുടുംബം പോലെ. അതാണല്ലോ ദൈവത്തിൻ്റെ സ്വപ്നം. അതായിരുന്നു പർദീസ രൂപീകരിച്ചപ്പോഴും ആ സ്വപ്നം തകർന്നു പോയപ്പോൾ കിട്ടിയ കുടുംബമാണ് തിരുക്കുടുംബം. ഇവിടെ 3 മക്കളാണുള്ളത്. ഈ മാതാപിതാക്കന്മാർക്ക് ഒരു മകനും 2 പെൺമക്കളും. ഈ മകൻ അപ്പന് സുഖമില്ലാതെ ആണെന്ന് അറിഞ്ഞപ്പോൾ ഗൾഫിലായിരുന്ന മകൻ ജോലി രാജിവെച്ച് ഈ അപ്പനെ ശുശ്രൂഷിക്കാൻ തിരിച്ചെത്തുന്ന അനുഭവം. സ്നേഹമെന്താണെന്ന് സ്വജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്ത മാതാപിതാക്കളും മക്കളും. ആ കുടുംബത്തിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇത് ഓലിക്കൽ അന്നമ്മയുടെ ഭവനം. കോഴിക്കോട് ജില്ലയിലെ പൂതമ്പാറയിലാണ് ഇവരുടെ ഭവനം സ്ഥിതി ചെയ്യുന്നത്. ലിറ്റിൽ ഫ്ലവർ ചർച്ച് പൂതമ്പാറ ആണ് ഇവരുടെ ഇടവക ദേവാലയം. ഇതാണ് ഓലിക്കൽ അന്നമ്മ. നിരന്തരമായ പ്രാർത്ഥനയിലൂടെ ദൈവിക ആനന്ദം സ്വീകരിച്ച് അത് കുടുംബത്തിൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയാണ് ഈ അമ്മ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇവിടെ ഒരമ്മയുടെ അടുത്താണ് ഇരിക്കുന്നത്. ഒരമ്മ എന്താണെന്ന് നമ്മൾ പഠിക്കുന്നത് ഈ അമ്മയിൽ നിന്ന് പഠിക്കണം. അത്രമാത്രം മെഴുകുതിരി പോലെ ഉരുകിത്തീരുന്നതും അനുസരിച്ച് പ്രകാശം കൊടുത്തുകൊണ്ടിരിക്കുന്ന അനുഭവം. സ്നേഹം പങ്കുവയ്ക്കലാണ്. സ്നേഹം കൊടുക്കുന്ന അനുഭവമാണ്. സ്വയം മറന്നു കൊടുക്കുന്ന അനുഭവം. അത് അമ്മ ജീവിതത്തിലൂടെ കാണിച്ചു തന്നതാണ്. മക്കൾ പറയുന്നത് എത്രയോ ഹൃദയസ്പർശിയായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഈ അമ്മയിൽ നിന്ന് ചില കാര്യങ്ങൾ കൂടി കേൾക്കാം. ജീവിതം വളരെ സന്തോഷമായിട്ടാണ് ജീവിച്ചത്. ഒരിക്കലും ഒരു അലോക്യമോ ഒരു പിണക്കമോ ഒരിക്കലും ഉണ്ടായിട്ടില്ല. എന്നും ഞാൻ എന്നെ കെട്ടിച്ചേ പിന്നെ എൻ്റെ വീട്ടിൽ പോലും ഞാൻ പോയി നിന്നിട്ടില്ല. അങ്ങനെ അത്രമേൽ എൻ്റെ അമ്മായിമ്മയാണേലും ഭർത്താവാണേലും എൻ്റെ സ്നേഹത്തിലായിരുന്നു ജീവിതം. പുള്ളിക്ക് അസുഖം വന്നതൊന്നും എനിക്കത്ര മനസ്സിലായില്ല. രോഗം വന്ന് മരണ നേരത്ത് ഒരു അരിയെ നിന്ന് ജീവൻ പോയതാണ് എനിക്ക് ഓർമ്മ വന്നത്. അയ്യോ,
പുള്ളി പോയി പാപ്പച്ചാന്ന് പേരാണേലും ഞാൻ പാച്ചാന്ന് മാത്രമേ വിളിക്കുകയുള്ളൂ. ആ ഒരു പേരിലാണ് ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത്. ആ ജീവൻ പോയത് അന്നേരം ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു, അച്ചാച്ച പോയെന്ന് തോന്നുന്നല്ലോ മോനെ എന്ന് പറഞ്ഞറിയാതെ ബോധം കെട്ട് ദേഹത്തോട്ട് വീഴുകയാണ് ചെയ്തത്. പിന്നെ ഞാനൊന്നും അറിഞ്ഞിട്ടേ ഇല്ല. പിന്നെ എന്നെ ആരോ എടുത്തുകൊണ്ട് പോകുമോ എന്തെല്ലാമോ ആയിരുന്നു. എനിക്കൊണ്ട് ഓർമ്മയും ബോധവും ഒന്നുമില്ലായിരുന്നു. അത്രമേലെ വിഷമമായിരുന്നു. ഇപ്പോഴാണേലും ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ മേലാത്ത വേദനയുണ്ട്. പാച്ചൻ്റെ കാര്യത്തിൽ മക്കളിൽ നിന്നതെല്ലാം സ്നേഹങ്ങൾ എമ്പിടി കിട്ടുന്നുണ്ട്. മോളാണേലും വന്ന മോളാണേലും എനിക്കാതെ പോയ മോളെ പോലെ തന്നെ ഉള്ള സ്നേഹമുണ്ട് അതിനോടൊന്ന്. ഇതാണ് കണ്ടുപിടിക്കേണ്ട അനുഭവം. മരുമക്കള് സ്വന്തം മകളേക്കാൾ കാര്യമായിട്ട് നോക്കുന്നത് കൊണ്ട് സ്വന്തം മകൾക്ക് അമ്മയ്ക്ക് ജനിച്ചില്ലെന്നേ ഉള്ളൂ, മകളെ കരുതുന്ന അനുഭവം എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് അമ്മ പറയുകയാണ്. ഇന്നുള്ള അമ്മമാർ പഠിക്കേണ്ട ഏറ്റവും വലിയൊരു പാഠമാണത്. നിങ്ങൾ തമ്മിലുള്ള സ്നേഹം എങ്ങനെയായിരുന്നു? ഏതെങ്കിലും ചില കാര്യങ്ങൾ എന്തെങ്കിലും പറയാൻ സാധിക്കുമോ? ഞങ്ങൾ തമ്മിൽ നല്ല വിശ്വാസമോ കേടൊന്നുമില്ലാതെ നല്ല ആത്മാർത്ഥ സ്നേഹത്തിലായിരുന്നു. ഒരു വഴക്കോ ഒരു പിണക്കമോ ഒന്നുമില്ല. പുള്ളിക്കാണേലും 2-3 ദിവസമൊക്കെ എന്നെ കാണാതിരുന്നാലും ഭയങ്കര വിഷമമാണ്. എൻ്റെ അമ്മായിയമ്മ അതുപോലെ തന്നെ. 2 പേരും ഒരേപോലെ സ്നേഹത്തിൽ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. ഞങ്ങൾ 54 കൊല്ലം ജീവിച്ചിട്ടും ഒരാലോക്യവും ഇല്ലായിരുന്നു. അമ്മയിൽ നിന്നും ഒന്നും ഉണ്ടായിട്ടില്ല. അമ്മയ്ക്ക് ഒരു മോനേ ഉള്ളൂ, എനിക്ക് 2 നാത്തൂന്മാരും. അങ്ങനെയാണ് ഞങ്ങളെ ജീവിച്ചത്. എനിക്ക് കുഞ്ഞി പ്രായത്തിൽ തന്നെ എന്നെ കെട്ടിച്ചു വിട്ടതാണ്. എനിക്ക് 17 ഭാഗത്തിന് 20 വയസ്സുള്ളപ്പോൾ ഞങ്ങൾ ജീവിച്ചതാണ്. എൻ്റെ നാത്തൂന്മാരാണേലും എനിക്ക് ഇന്നും അവരെന്നും സന്തോഷമാണ്, നല്ല സ്നേഹമാണ്. അങ്ങനെയൊന്നും ഒരു കുടുംബങ്ങളിലും ഉണ്ടായിട്ടില്ല. എനിക്ക് 2 നാത്തൂന്മാരേ ഉള്ളൂ. പാവത്തിനും ചാച്ചനില്ലായിരുന്നു. ചാച്ചനില്ലാതെ അമ്മ കഷ്ടപ്പെട്ട് വളർത്തിയതാണ് അമ്മയുടെ 3 മക്കളെ. അങ്ങനെ വളർത്തി 20 വയസ്സ് തികയുന്നതിന് മുമ്പ് പാവത്തിന് എന്നെ കല്യാണം കഴിച്ചു. എനിക്ക് 17 തന്നില്ല, പാവത്തിന് 20 തികഞ്ഞില്ല. അന്ന് മുതൽ ജീവിച്ച പെങ്ങന്മാരെ പാവച്ചനാണ് കെട്ടിച്ചത്. 2 പേരെയും കഷ്ടപ്പെട്ട് കെട്ടിച്ചതാണ്. പൈസ എല്ലാം ഉണ്ടാക്കിയും കടം മേടിച്ചും നല്ല സ്നേഹം. എൻ്റെ നാത്തൂന്മാർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നാത്തൂന്മാരാണ് എനിക്ക് 2 പേരും. സ്നേഹം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുകയോ ഉപദേശിക്കുകയോ അല്ല ചെയ്തത്. ജീവിതം കൊണ്ട് സ്വയം മറന്ന് കൂടെയുള്ളവരെ ഓർക്കുന്ന അനുഭവം. നാത്തൂന്മാർ, സഹോദരിമാർ, മരുമക്കൾ, മക്കൾ, ആ രീതിയിൽ കാണുന്ന ആ കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണ്. അത് ഈ മാതാപിതാക്കന്മാരുടെ നന്മയാണ്. കണ്ടു പഠിക്കേണ്ട ഒരു വലിയ സത്യമാണ് നമ്മുടെ മുമ്പിലായിരിക്കുന്നത്. മാതൃസ്നേഹത്തിന്റെ വിലയേറിയ മക്കൾക്ക് അമ്മയെക്കുറിച്ച് പറയുമ്പോൾ സന്തോഷം കൊണ്ട് കണ്ണു നിറയും. എൻ്റെ പേര് നസി എന്നാണ്. ഞാൻ അച്ചാച്ചയുടെ അമ്മയുടെ മൂത്ത മോളാണ്. എന്നെ കല്യാണം കഴിച്ച് വിട്ടത് കൂരാച്ചുണ്ടിലാണ്. ഇതെൻ്റെ ഭർത്താവ് കുര്യൻ. ഇതെൻ്റെ ഇളയ മോൻ. എൻ്റെ മൂത്ത മോന് ഇവിടെ ഇല്ല, മാലിയിൽ ജോലി ചെയ്യുന്നു. അച്ചാച്ചയെപ്പറ്റി പറയുവാണെങ്കിൽ അച്ചാച്ചയുടെ അമ്മയുടെയും ജീവിതം ഞങ്ങൾക്കൊന്നും പകർത്താൻ കഴിയാത്ത വിധം അത്രയ്ക്കൊരു സ്നേഹബന്ധത്തിലായിരുന്നു അച്ചാച്ച അമ്മയും ജീവിച്ചത്. അത് പറയാനാണ് ഒരുപാടുണ്ട്, പക്ഷേ എനിക്കൊന്നും പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. എല്ലാത്തിനും മാതൃകയായിരുന്നു എൻ്റെ അച്ചാച്ച. അച്ചാച്ച ഇവിടെ കടയിൽ പോകുമ്പോഴോ അങ്ങാടിക്ക് സാധനം മേടിക്കാൻ പോകുമ്പോഴോ വരുവോളം ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാണ്ട് കാത്തിരിക്കുന്ന അമ്മയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അത്രയും നല്ലൊരു അച്ചാച്ചയുടെ അമ്മയുടെ മക്കളാകാനുള്ള ഭാഗ്യം കിട്ടിയതിന് ദൈവത്തിന് എന്നും നന്ദി പറയും. എൻ്റെ ഓർമ്മയിൽ അച്ചാച്ചയുടെയും അമ്മയുടെയൊക്കെ ജീവിതം ഇന്നത്തെ തലമുറ വളരെ മാതൃകയാക്കേണ്ട ഒരു പ്രത്യേകമായൊരു സ്നേഹബന്ധമായിരുന്നു. ഇന്ന് മിക്കവാറും നമുക്കറിയാം, ഇന്ന് യുവജനങ്ങൾക്കൊക്കെ കർണമരം നോക്കാൻ പറ്റാത്ത അവസ്ഥകൾ പലപ്പോഴും അവരൊഴിവാക്കിയിടുന്ന വലിയ അവസ്ഥകളുണ്ട്. അച്ചാച്ചയുടെ അമ്മയുടെയും ജീവിതം അതുപോലെയായിരുന്നു. അത്ര മാതൃക ദമ്പതിമാരാണെന്ന് പറയാം. പ്രത്യേകിച്ച് ഈ പ്രദേശങ്ങൾ ഇപ്പം നമുക്ക് ചുരുക്കം ചില വീടുകളിലൊക്കെ അങ്ങനെ കാണാൻ സാധിക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ മാതൃക ഇന്നത്തെ തലമുറ പകർത്തേണ്ടതാണ്. അപ്പം നമുക്ക് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അതുപോലെയൊക്കെ ആകാൻ സാധിക്കുമെന്നൊന്നും എനിക്ക് പറയത്തില്ല. എങ്കിലും വലിയ സന്തോഷമുണ്ട് അച്ചാച്ചയുടെ കാര്യം ഓർക്കുമ്പോൾ. സങ്കടമുണ്ടെങ്കിൽ അതിനപ്പുറത്ത്
നല്ലൊരു ജീവിതം നയിച്ചുപോയി. ഞങ്ങളെയൊക്കെ ഒരു എന്താ പറയുക മാർഗദീപമായിട്ട് അച്ചാച്ചയുടെ പ്രത്യേകിച്ചും ആ ചിന്തകളൊക്കെ ഇപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ഉണ്ട്. അച്ചാച്ചയുടെ ആത്മാവ് ഈ കാര്യത്തിൽ ഇന്ന് ഇതൊക്കെ കാണുമ്പോൾ സന്തോഷിക്കുന്നുണ്ടെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എൻ്റെ പേര് മനോജ് എന്നാണ്. ഞാൻ ഈ വീട്ടിലെ ഞങ്ങൾ 3 മക്കളാണുള്ളത്. ഒരു ചേച്ചിയും അനിയത്തിയും ഞാനുമാണുള്ളത്. എനിക്ക് എൻ്റെ ഭാര്യയാണ് ഇത് സിജി. 2 മക്കളാണ് എനിക്കുള്ളത്. മൂത്ത മോൻ സിനാൻ ഇവനാണ്. രണ്ടാമത്തെ ആൾ സാഞ്ചസ്. ചാച്ചനും അമ്മയെന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചെന്നും നമ്മളൊരു ചിന്തിക്കാൻ പറ്റാത്ത അത്രയേറെ സ്നേഹത്തോടെ കഴിഞ്ഞ 2 ആൾക്കാരാണ് അവർ. കാരണം അതിന് കാരണം എന്താ വെച്ചാൽ ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുള്ള വലിയൊരു കാര്യം എന്ന് വെച്ചാൽ വൈകുന്നേരമൊക്കെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ എന്നും ചാച്ചനമ്മയ്ക്ക് എന്നും ഒരു ഉരുളച്ച് ചോറ് അമ്മയ്ക്ക് കൊടുക്കുമായിരുന്നു ചാച്ചൻ എല്ലാ ദിവസവും. അതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തെ ഞാൻ ഇപ്പോൾ പരമാവധി അതനുസരിച്ച് ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അമ്മയെന്ന് പറഞ്ഞാലും അമ്മയെക്കുറിച്ച് പറഞ്ഞാലും അമ്മ എപ്പോഴും വീട്ടിൽ വളരെ സൈലൻ്റാണ്. സൈലൻ്റ് എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് എന്നും അച്ചാച്ചന് ഇഷ്ടമാണ്. അമ്മയ്ക്ക് എന്നും മുൻഗണന. കാരണം അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് അമ്മയുടെ ഇഷ്ടമുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ വലിയൊരു ഇഷ്ടക്കേടോ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് വളരെ സുഖമായിട്ട് ജീവിതം മുമ്പോട്ട് പോവുകയാണ്. അതിനിടയ്ക്കാണ് ചാച്ചന് പെട്ടെന്നൊരു അസുഖം വന്നു. അസുഖം വന്നപ്പോൾ ആ സമയത്ത് ഞാൻ ഗൾഫിലായിരുന്നു. അസുഖം വന്നതെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് കമ്പനിയിൽ നിന്ന് പറഞ്ഞു പോകുന്നതാണ്. പിന്നെ എനിക്ക് അസുഖം വന്ന് പിന്നെ ഹോസ്പിറ്റലിലായി. ക്യാൻസറായിരുന്നു അസുഖം. അതിന് ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ മുക്കത്ത് MVR എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ അവിടെ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തു. പക്ഷേ ദൈവത്തിൻ്റെ തീരുമാനം വേറെ ആയതുകൊണ്ട് ഞങ്ങൾ പരമാവധി ചെയ്യാനും പരമാവധി നോക്കിയിട്ടും നമുക്ക് തിരിച്ചു കിട്ടില്ല. ചാച്ചനങ്ങനെ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയി. കാരണം ചാച്ചനെക്കുറിച്ച് ഒരുപാട് ഓർമ്മകളുണ്ട്. കാരണം ഞാനും ചാച്ചനായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ശരിക്കും എപ്പോഴും എൻ്റെ ഒരു സുഹൃത്ത് പോലെയാണ്. കാരണം എപ്പോഴും ഞങ്ങൾ ഒന്നിച്ച് നടക്കാറുണ്ട്. പള്ളിയിലൊക്കെ പോകാറുള്ളൂ. ഞാൻ പരമാവധി ചാച്ചൻ്റെ അടുത്താണ് കുർബാനയ്ക്കൊക്കെ നിൽക്കാറുള്ളത്. കാരണം എന്ന് വെച്ചാൽ അതേ സംബന്ധിച്ച് മനസ്സിന് ഭയങ്കര ഒരു തൃപ്തിയുള്ളൊരു കാര്യമാണ്. കാരണം ചാച്ചൻ്റെ അടുത്ത് കുർബാന കാണുക എന്ന് പറഞ്ഞാലും അങ്ങനെ എല്ലാ കാര്യത്തിലും എനിക്ക് എപ്പോഴും ഒരു തണലായിരുന്നു. എനിക്ക് എന്തൊരു വിഷമം വന്നാൽ പോലും ഞാൻ ചാച്ചനോട് പറയാറുണ്ട്. അതിനിപ്പോഴും നമുക്ക് വലിയൊരു സപ്പോർട്ടാണ്. കാരണം ഞാൻ ഒരു മോനേ ഉള്ളതുകൊണ്ട് മാത്രമല്ല, കാരണം അച്ചാച്ചയുടെ സ്വഭാവം അങ്ങനെയായിരുന്നു. അച്ചാച്ച തന്നെ ഞങ്ങൾ ചാച്ചനെ വിളിക്കുന്നത്. എല്ലാ കാര്യത്തിലും നമുക്ക് എപ്പോഴും ഒരു സപ്പോർട്ട്. എന്തൊരു വിഷമം വന്നാലും അച്ചാച്ച കൂട്ടത്തിലുണ്ടാവും. നമുക്ക് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയത്. കാരണം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ പണ്ട് മലയിൽ താമസിക്കുന്ന സമയത്ത് അവിടെയാണ് ചെറിയൊരു വീടേ ഉള്ളൂ. ഒരുപാട് കടബാധ്യതകളൊക്കെ അവിടുത്തെ നിന്ന് ഞങ്ങളെ അതൊന്നും അറിയിക്കാണ്ട് ഞങ്ങളെ വളർത്തി. പിന്നെ വലിയൊരു വിശ്വാസമാണ്. കാരണം എനിക്ക് പലപ്പോഴും ഓർമ്മയുണ്ട്, ഈ രാത്രിയൊക്കെ 12 മണിക്ക് ശേഷമൊക്കെ മുട്ടുകുത്തി ഇന്ന് പ്രാർത്ഥിക്കുന്ന രംഗമൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അങ്ങനെ അത്രയേറെ എനിക്ക് എന്നെ സംബന്ധിച്ച് മനസ്സിൽ തട്ടിയൊരു ആളായിരുന്നു എൻ്റെ ചാച്ചന്. പിന്നെ അമ്മേനെക്കുറിച്ച് പറയുകയാണെങ്കിലും അമ്മ എപ്പോഴും വീട്ടിൽ അമ്മ എന്ന് പറഞ്ഞ ഒരാളുണ്ടെങ്കിൽ നമുക്കൊരിക്കലും അമ്മ ഒരു ബുദ്ധിമുട്ടുള്ളൊരു വാക്കോ അങ്ങനത്തെ വർത്തമാനമൊന്നും അമ്മയുടെ പേരിൽ ഒരിക്കലും ഉണ്ടാകാറില്ല. ഏത് സമയത്തും അമ്മയ്ക്ക് മക്കളുടെ ഇഷ്ടം എന്നതാണ്, അതാണ് അമ്മയുടെ ഇഷ്ടം. എല്ലാ കാര്യത്തിലാണെങ്കിലും അത്രയേറെ സ്നേഹത്തോടെയാണ്. കാരണം ഇപ്പോഴാണ് കാലിന് സുഖമില്ലാണ്ടിരിക്കുകയാണ്. കാലം അത് നടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. വണ്ടി കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പള്ളിയിൽ പോക്കൊക്കെ വളരെ കുറവാണ്. ഇടയ്ക്ക് ഇപ്പോൾ നമ്മുടെ വികാരച്ചൻ ഇവിടെ വരും, കുമ്പസാരിപ്പിക്കും, കുർബാന കൊടുക്കും. ഇടയ്ക്ക് വല്ലപ്പോഴും പള്ളിയിൽ പോകാനേ സാധിക്കാറുള്ളൂ. അതാണ് അമ്മേനെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഉള്ളത് എൻ്റെ ഭാര്യയാണ്. ഭാര്യയെക്കുറിച്ച് പറയുമ്പോഴും ദൈവമായിട്ട് തന്നൊരു ഗിഫ്റ്റാണ്. കാരണം ജീവിതത്തിൽ എനിക്കൊരു വിഷമം ഒരു ബുദ്ധി ഉണ്ടാകുന്ന രീതിയിലൊരു കാര്യം അവൾ ചെയ്യാറില്ല. അത് തന്നെ ജീവിതത്തിൽ വലിയൊരു വിജയമായിട്ട് ഞാൻ കൂട്ടുകയാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ അഭിമാനത്തോടെ പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പുതുമ്പാറത്ത് ഞങ്ങളുടെ ഈ നാട്ടിൽ തന്നെ ഇത്ര സന്തോഷത്തോടെ കഴിയുന്ന ഒരുപാട് വീടുകളുണ്ടാവുമെന്ന് എനിക്ക് വിശ്വാസമില്ല. കാരണം അത്രയേറെ ഈ ജീവിതത്തിൽ നമ്മൾ അത്രയേറെ ദൈവം വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് തന്നത് എൻ്റെ കുടുംബത്തെക്കുറിച്ച്. എൻ്റെ പേര് സിജി. ഞാൻ ഈ ഓലിക്കൽ കുടുംബത്തിലേക്ക് കല്യാണം കഴിച്ച് വന്നതാണ്. ഞങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അച്ചാച്ചയും അമ്മയും ഞങ്ങൾക്ക് എന്നും താങ്ങും തണലുമായിരുന്നു. അച്ചാച്ച എപ്പോഴും എന്നെ സ്വന്തം മോളെ പോലെയാണ് കരുതിയത്, മരുമോളായിട്ടല്ല. അമ്മയാണെങ്കിലും അതുപോലെ എന്നെ എൻ്റെ സ്വന്തം വീട്ടിൽ പോലും വിടുകയില്ലായിരുന്നു. കാണാതിരിക്കാൻ പറ്റൂലെന്നും പറഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു. അന്നേരം വിളിച്ച് പറയും, എപ്പോഴും ഒന്നും അവളെ വിടാൻ പറ്റില്ല, ഞങ്ങൾക്ക് ഇവിടെ തന്നെ ജീവിക്കാൻ പറ്റൂല, അതുകൊണ്ട് അവൾ വല്ലപ്പോഴും ഒന്ന് പോയിട്ട് വന്നാൽ മതി, ഞങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാകണമെന്ന് അച്ചാച്ച പറയുമായിരുന്നു. അമ്മ അതുപോലെ തന്നെ എന്നെ എവിടെ വിടുകയില്ല. അങ്ങനെ ധ്യാനത്തിന് പോകാൻ ഞാൻ ചോദിച്ചു. അന്നേരം അമ്മ പറഞ്ഞു, ധ്യാനത്തിന് നീ ഇല്ലാതെ ഞാനിവിടെ നിൽക്കുകയില്ലെന്നും പറഞ്ഞ് എൻ്റെ കൂടെ ധ്യാനത്തിന് അമ്മയും പോന്നു. അതുപോലെ അവിടെ ചെന്നപ്പം ഞങ്ങളോട് ചോദിക്കുമായിരുന്നു, സ്വന്തം മോളാണോ എന്ന്. അന്നേരം അമ്മ പറഞ്ഞു, സ്വന്തം മോള് തന്നെയാന്ന്. അച്ചാച്ച എല്ലാ കാര്യത്തിലും ഞങ്ങളെ
പ്രാർത്ഥിക്കാനാണേലും പള്ളിയിൽ പോകാനാണേലും അച്ചാച്ച രാത്രിയിൽ മുട്ടേക്കുത്ത് നിന്ന് പ്രാർത്ഥിക്കും. മക്കളോടും പറയും പ്രാർത്ഥനയുടെ ജീവിതത്തിൽ വളർന്നു വരണം. ഞായറാഴ്ച ദിവ്യബലിയിലാണേലും എല്ലാ ഞായറാഴ്ചയും പോകും. മക്കളെ നിങ്ങളും അതുപോലെ ചെയ്യണമെന്ന് പറയുമായിരുന്നു അച്ചാച്ച എപ്പോഴും. അമ്മയാണെങ്കിലും കാല് വയ്യ, പിടിച്ചുകൊണ്ട് വേണം എപ്പോഴും നടക്കാനും ഒക്കെ. എന്നാലും പരമാവധി എന്നെ എന്തെങ്കിലും പച്ചക്കറിയൊക്കെ അരിഞ്ഞു തരാനും എല്ലാം സഹായിക്കാറുണ്ട്. പറ്റുന്ന പണിയൊക്കെ ചെയ്തു തരും എനിക്ക്. ഞങ്ങൾ തമ്മിൽ മരുമോള് അമ്മ എന്നുള്ള ഇതല്ല, സ്വന്തം മോളെ പോലെയാണ് എന്നെയും കരുതുന്നത്. എൻ്റെ പേര് സന്ധ്യ. ഞാൻ അച്ചാച്ചയുടെ അമ്മയുടെ ഇളയ മോളാണ്. കല്യാണം കഴിഞ്ഞിട്ട് 22 വർഷം കഴിഞ്ഞു. എൻ്റെ ഹസ്ബൻഡ് സന്തോഷ് മരുതോങ്കരയാണ് കെട്ടിച്ചു വിട്ടേ. ഞങ്ങൾക്ക് 2 കുട്ടികൾ, പെൺകുട്ടികൾ, ട്വിൻസാണ്. അവർ ബാംഗ്ലൂർ നേഴ്സിങ്ങിന് പഠിക്കുന്നു. അച്ചാച്ച ഒരു അപ്പെന്നുള്ള സ്ഥാനമല്ല, ചെറുപ്പം തൊട്ടേ കൂടെ കളിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ എന്നും ഒരുള്ള ചോറ് തരുമായിരുന്നു. കല്യാണം കഴിച്ച് വിട്ട് കഴിഞ്ഞു ഫോൺ വിളിക്കുമ്പോൾ ചോദിക്കും ഉപ്പാൻ്റെ കരളേന്നായിരുന്നു എന്നെ വിളിക്കുന്നത്. വയറ് നിറഞ്ഞോ മാനെ എന്നും ചോദിക്കുമായിരുന്നു. എന്നും ചോറ് തിന്നുമ്പം അച്ചാച്ചി ഒരു 2 പിടി ചോറെന്നും പാത്രത്തിൻ്റെ സൈഡിൽ വെക്കുമായിരുന്നു. ഞങ്ങൾ ചോദിക്കുക എന്നെ അച്ചാച്ചി അങ്ങനെ വെക്കുന്നേ? അതെന്നും അമ്മയ്ക്ക് ഉള്ളൊരു 2 പിടി ചോറായിരുന്നു. അത് അമ്മ ചോറ് കഴിച്ചാലും അമ്മ അത് തിന്നുമായിരുന്നിരുന്ന്. ഇന്ന് അങ്ങനെയൊന്നും ഒരിടത്തും ഞങ്ങൾക്ക് അതിൻ്റെ പകുതിയുടെ പകുതി പോലും ഞങ്ങൾക്കതൊന്നും ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. 2 പേരും പിണങ്ങിയിരിക്കുന്നതോ ഒരു വഴക്കുണ്ടാക്കുന്നതോ ഒന്നും ഇന്ന് വരെ കണ്ടിട്ടില്ല. എന്നും അമ്മ പാച്ചാന്ന് വിളിക്കും, അച്ചാച്ച ചിന്നു എന്ന് വിളിക്കും. അതായിരുന്നു അവരുടെ ജീവിതം. ഒരു പരാതിയില്ലായിരുന്നു അമ്മയ്ക്ക്. ഒത്തിരി കഷ്ടപ്പാടിൽ കൂടെ കടന്നു പോയതായിരുന്നു. സാമ്പത്തികമായിട്ടാണെങ്കിലും അന്ന് വീടൊന്നും ചെറിയ വീടായിരുന്നു ഞങ്ങളുടെ, ചോർന്നൊലിക്കുന്ന വീട്. ഒരു പരാതിയില്ലായിരുന്നു അമ്മയ്ക്ക്. കീറിയ സാരിയൊക്കെ ചുറ്റി അവസാനം അമ്മ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്കൊക്കെ തന്നിട്ട് കറിയൊന്നും ഇല്ലായിരിക്കും ചിലപ്പം, അതുമൊക്കെ വാരി തിന്ന് ഒരു ഭക്ഷണം കഴിച്ച് ഒരു പരാതിയില്ല ഒരിക്കലും. അമ്മയും അതുപോലെ തന്നെ എപ്പോഴും. ചേച്ചിയും കുഞ്ഞാഞ്ഞയാണെങ്കിൽ എന്താ പറയണ്ടേ, ചേച്ചി എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് തന്നെയാണ് ചേച്ചി. എനിക്ക് വല്ല വയ്യാഴിക ഞങ്ങൾക്ക് ആർക്കാണെങ്കിലും അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വന്ന അമ്മേനെ പോലെ നോക്കുന്ന ചേച്ചിയാണ്. കെട്ടി വന്ന ആളായിട്ടല്ല, ഞങ്ങളുടെ സ്വന്തമാണ്. കുഞ്ഞാഞ്ഞ അച്ചാച്ചനെ പോലെ തന്നെ എല്ലാ കാര്യത്തിനും ഓടി വരും. എന്ത് സഹായവും ചോദിക്കണ്ട, എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യും. എൻ്റെ പേര് സന്തോഷ്. ഞാൻ മരുതോങ്കര അവങ്ങോട്ടാണ് വീട്ടുപേര്. ഞാൻ 22 വർഷം മുന്നേ ഇവിടെ വന്ന് കല്യാണം കഴിച്ച ആളാണ്. ഞാൻ വരുമ്പോഴൊക്കെ സ്വന്തം മകനെ പോലെ എന്നെ നോക്കുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന ആളാണ്. 2 ആഴ്ച കൂടുമ്പോൾ എൻ്റെ വീട്ടിൽ വരികയും എന്നെ എൻ്റെ ഭാര്യയെയും കാണുകയും ഒക്കെ ചെയ്യുന്ന അച്ചാച്ചിയായിരുന്നു. എല്ലാ ദിവസവും എന്നെ ഫോൺ വിളിക്കുമായിരുന്നു. അമ്മച്ചിയെപ്പറ്റി പറയുകയാണെങ്കിൽ അമ്മച്ചി നല്ലൊരു അമ്മച്ചിയാണ്. എൻ്റെ അമ്മച്ചിയെക്കാട്ടിലും എന്നെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. ഇവിടെ വരുമ്പോഴാണെങ്കിലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ എന്തും ഉണ്ടാക്കി തരുകയൊക്കെ ചെയ്യും. കൊച്ചുമക്കൾക്ക് എല്ലാമാണ് ഈ അമ്മ. അവരുടെ കൂടെയുള്ള കളിയും ചിരിയുമാണ് ഈ അമ്മയെ കൂടുതൽ സന്തുഷ്ടയാക്കുന്നത്. എൻ്റെ പേര് ലിയ മരിയ കുര്യൻ. ഞാൻ ഡിഗ്രി കഴിഞ്ഞു. ഇനി അടുത്ത BEd പഠിക്കാൻ വേണ്ടി നോക്കുകയാണ്. ഇവിടെ ചെറുമക്കളിൽ പെണ്ണുങ്ങളിൽ ഏറ്റവും മൂത്ത കുട്ടി ഞാനാണ്. വെക്കേഷൻ സമയത്ത് ഞങ്ങൾ ഇങ്ങോട്ട് വരവുണ്ട്. കസിൻസ് എല്ലാവരും ഒത്തുകൂടും. അങ്ങനത്തെ നല്ല ഓർമ്മകളൊക്കെ ഉണ്ട്. ഇപ്പം എല്ലാം പിള്ളേർ വലുതായത് കൊണ്ട് പഠിക്കാനൊക്കെ പോക്കും, അങ്ങനെ ഒത്തുകൂടാനൊന്നും പറ്റലില്ല. ഇവിടുത്തെ ഓർമ്മ എന്തെന്ന് വെച്ചാൽ വെക്കേഷൻ സമയത്ത് വന്ന് പോകുന്ന സമയത്ത് വലിച്ചാച്ചി ഞങ്ങൾക്ക് പൈസ തരും. ഞങ്ങൾ 5 പേരമക്കളാണ്. അപ്പം എൻ്റെ ചേട്ടായും
പിന്നെ എൻ്റെ 2 കസിൻസ് ഉണ്ട്. അവരും വരുന്ന സമയത്ത് ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ വലിച്ചാച്ചി ഞങ്ങൾക്ക് 50 രൂപ അങ്ങനെ ചെറിയ പൈസ തന്നിട്ടാണ് വിടുക. പിന്നെ കടയുള്ളത് കൊണ്ട് തന്നെ മുട്ടായി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നു വിടുകയൊക്കെ ചെയ്യും. ചിന്നമ്മച്ചിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ വരുവാണെങ്കിൽ തന്നെ ഞങ്ങളുമായിട്ട് നല്ല കമ്പനിയാണ്, സംസാരിച്ചിരിക്കുകയും പിന്നെ ഫോണിൽ വീഡിയോസൊക്കെ കാണുവാണെങ്കിൽ തന്നെ തമാശ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ചിരിക്കുകയും ഒരു നല്ലൊരു കൂട്ടുകാരിയെ പോലെ അങ്ങനെ കമ്പനി ആയിട്ടുള്ള ആളാണ്. എൻ്റെ പേര് സിനാൻ മനോജ്. ഞാൻ ഇവിടുത്തെ പേരക്കുട്ടിയാണ്. ഞാൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ് കഴിഞ്ഞു. ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഇവിടെ ഇരിക്കുകയാണ്. പിന്നെ അച്ചാച്ചയെ പറ്റി പറയുകയാണെങ്കിൽ അച്ചാച്ചി അങ്ങനെ ദേഷ്യത്തോടെ ഒന്നും എന്നോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ ഓരോ തെറ്റെല്ലാം വരുമ്പോഴും അതെല്ലാം തിരുത്തി തരും. പിന്നെ അമ്മമ്മയാണെങ്കിലും അതുപോലെ തന്നെ ചെറുപ്പത്തിൽ ഓരോ തെറ്റെല്ലാം പറയുമ്പോൾ അടിക്കുമെങ്കിലും പിന്നീട് സ്നേഹത്തോടെ തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നതും. ഇതുവരെയായിട്ടും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ വഴക്കായിട്ടും. ആക്സിഡൻ്റ് സമയത്ത് ഇവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ തന്നെ എനിക്കൊരു ബോറടി ഒന്നും തോന്നിയിട്ടില്ല. അമ്മമ്മേനെ ആണെങ്കിലും ഓരോ വീഡിയോയൊക്കെ എടുത്ത് ഓരോ ഫോട്ടോയൊക്കെ എടുത്ത് പോരെല്ലാം കുത്തിയായിരുന്നു ഇരിക്കുന്നതും. അതുകൊണ്ട് ഒരു ബോറടിയൊന്നും എനിക്ക് ഇതുവരെയായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. ഈ കുടുംബത്തിൻ്റെ ഇടയൻ, ആടുകളുടെ മനസ്സറിയുന്ന ഒരു നല്ല ഇടയൻ, പൂതമ്പാറ ലിറ്റിൽ ഫ്ലവർ ഇടവകയുടെ വികാരി ബോബി മഴുവഞ്ചേരി അച്ഛൻ ഈ കുടുംബത്തിൻ്റെ ഭാഗമാണ്. മനസ്സറിയുന്ന നല്ല ഇടയൻ. ആ ഇടയൻ ഈ കുടുംബത്തെക്കുറിച്ച് പറയുന്നത് നമുക്ക് കേൾക്കാം. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പൂതമ്പാറ ഇടവകയിൽപ്പെട്ട ഓലിക്കൽ അന്നമ്മച്ചേടത്തിയെ നിങ്ങളെ പരിചയപ്പെടുത്തുവാനായിട്ടാണ് ഞാനിവിടെ നിൽക്കുക. പൂതമ്പാറ ഇടവകയിലെ ഓലിക്കൽ മാത്യുവിൻ്റെ ഭാര്യയായ അന്നമ്മച്ചേടത്തി ഇന്ന് 84 നിറവിലാണ്. മനോജ് സാറും സിരി ടീച്ചറിൻ്റെയും കൂടെയാണ് ഈ അന്നമ്മച്ചേടത്തി ഇന്ന് താമസിക്കുക. ഈ മക്കൾ ഈ അമ്മച്ചിയെ ഏറ്റവും സ്നേഹത്തോടെയാണ് കൊണ്ടുപോയി നടക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ ഈ കുടുംബത്തിൽ ചെല്ലുമ്പോൾ കാണുന്ന ഒരു പ്രത്യേകത, മനോജ് സാറും സിരി ടീച്ചറും ഈ അമ്മച്ചിയെ ഒരിക്കലും ഒറ്റയ്ക്ക് എടുത്താനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഒന്നുകിൽ മനോജ് സാർ അല്ലെങ്കിൽ സിരി ടീച്ചർ എപ്പോഴും അമ്മച്ചിയുടെ കൂടെയുണ്ട്. ഞാൻ ഈ കുടുംബത്തിൽ ചെല്ലുന്ന മറ്റൊരു പ്രത്യേകത, കാണുന്നൊരു പ്രത്യേകത ഇതാണ്. ഈ അമ്മച്ചിക്ക് ഈ സിരി ടീച്ചർ അവിടെ ഇല്ലെങ്കിൽ ഒരിക്കലും അമ്മച്ചി വളരെ അസ്വസ്ഥയാണ്. മകനേക്കാൾ കൂടുതലായിട്ട് മകൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്ന, അതുപോലെ തന്നെ ആ സ്വന്തം അമ്മയേക്കാൾ ഉപരിയായിട്ട് ഈ അമ്മയെ സ്നേഹിക്കുന്ന ഒരു മരുമോളാണ് അവിടെയുള്ളത്. അപ്പം അത്രയും ഒരു ആത്മബന്ധം ഈ കുടുംബത്തിൽ കാണുന്നുണ്ട്. അതുപോലെ സ്വന്തം പെൺമക്കളായാലും വീട്ടിൽ വരുമ്പോൾ എല്ലാം വലിയൊരു ഐക്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിലാണ് ഈ കുടുംബം മുന്നോട്ട് പോവുക. തൻ്റെ രോഗാവസ്ഥയിലും ഈ അമ്മച്ചി ഒരിക്കലും ആരെയും കുറ്റപ്പെടുത്താതെ വലിയ സ്നേഹത്തോടെ ആ കുടുംബത്തിലേക്ക് കടന്നു ചെല്ലുന്നവർക്കെല്ലാം ഒരു ചെറു പുഞ്ചിരിയോടെ സ്വീകരിക്കുകയും അവർക്കെല്ലാം തൻ്റെ ദൈവാനുഭവം പങ്കുവയ്ക്കുവാനായിട്ട് ഈ അമ്മച്ചിക്ക് സാധിക്കുകയും ചെയ്യുന്നു. ദൈവകൃപ നിറഞ്ഞ ഒരു കുടുംബമാണിത്. ഒരിക്കൽ മനോജ് സാറും സി ടീച്ചറും അവരുടെ കൊച്ചുമക്കളും ഒക്കെ അടങ്ങുന്ന ഈ ഇടവകയ്ക്കും സമൂഹത്തിനും ദേശത്തിനുമൊക്കെ വലിയ മാതൃകയാണ്, ദൈവാനുഗ്രഹമാണ്. ഇടവകയോട് ചേർന്നു നിന്നുള്ള വിശ്വാസ ജീവിതമാണ് ഇവരെ അനുഗ്രഹീതരാക്കുന്നത്. ശ്രുതി ചേർന്ന തന്ത്രികൾ മീട്ടും സംഗീതം, കുടുംബത്തിലെ ഒന്നിച്ചുള്ള പ്രാർത്ഥനയും തീന്മേശയിലെ പങ്കുവയ്പും എല്ലാം ഈ കുടുംബത്തിലെ ഐക്യം വളർത്തുന്നു. ഇതാണ് ഓലിക്കൽ കുടുംബം സമൂഹത്തിനും ക്രൈസ്തവ കുടുംബങ്ങൾക്കും നൽകുന്ന മാതൃക. ഈ ഓലിക്കൽ കുടുംബത്തിലെ അമ്മച്ചിയുടെ കൊച്ചുമകനായിട്ടുള്ള സിനാൻ തൻ്റെ ജന്മദിനം 24ാമത് ജന്മദിനം ആഘോഷിക്കുകയാണ്. ഈ സുദിനത്തിൽ അമ്മച്ചിയോട് ചേർന്ന് സിനാനും സിനാൻ്റെ സഹോദരനും സാൻജാസും അവരുടെ ജന്മദിനം ആഘോഷിക്കുന്നു. നമുക്ക് ഈ സന്തോഷവേളയിൽ ഏറ്റവും സ്നേഹത്തോടെ പങ്കുചേരാം.
മാതാ പിതാ ഗുരു ദൈവം എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നത് പോയി. പക്ഷേ മാനുഷിക മൂല്യങ്ങൾ മറന്ന ഇന്നത്തെ സമൂഹത്തിൽ, ബന്ധങ്ങൾ ശിഥിലമാകുന്ന ഈ കാലഘട്ടത്തിൽ ഒരു നല്ല സന്ദേശം പാലക്കാട് രൂപതയുടെ മെത്രാൻ അഭിവന്യ പീറ്റർ കൊച്ചുപുരയ്ക്കൽ പിതാവ് നൽകുന്നത് നമുക്കിപ്പോൾ കേൾക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ പ്രമാണങ്ങളിൽ നമ്മൾ പാലിക്കണമെന്ന് ദൈവം ആവശ്യപ്പെട്ട് തന്നിരിക്കുന്ന പ്രമാണങ്ങളിൽ ഒന്ന് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണമെന്നുള്ളതാണ്. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞ ആ ഒരു പ്രമാണത്തിൽ ഈ മാതാപിതാക്കന്മാരുടെ പ്രായം ദൈവം സൂചിപ്പിച്ചിട്ടില്ല. ഇത്ര പ്രായം എത്തുമ്പോൾ അവരെ ബഹുമാനിക്കണമെന്നല്ല പറയുക. മാതാപിതാക്കന്മാരുടെ ഏത് അവസ്ഥയിലും ഏത് പ്രായത്തിലും അവരെ സഹായിക്കുവാനും ബഹുമാനിക്കുവാനും സംരക്ഷിക്കുവാനും നമ്മൾ കടപ്പെട്ടവരാണ്. അങ്ങനെയെങ്കിൽ പ്രായമേറി വരുന്ന മാതാപിതാക്കന്മാരുടെ കാര്യം നോക്കാൻ ഗൗരവമായ ഉത്തരവാദിത്വം മക്കളായ നമുക്കെല്ലാവർക്കും ഉണ്ടെന്ന് വിസ്മരിക്കാതിരിക്കുക. നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ നമുക്കൊന്നും പറ്റാതിരുന്ന കാലം നമ്മുടെ മാതാപിതാക്കന്മാർ നമ്മളെ നോക്കി പരിപാലിച്ചതിന് കൈ കണക്കുമില്ല. അവർക്കും വേദനയുടെ കണക്കുകളുണ്ട് പറയാനായിട്ട്. പക്ഷെ അവസാനം നമ്മൾ അവരെ കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയരുത്, സംരക്ഷിക്കണം, സ്നേഹം കൊടുക്കണം, കാരുണ്യം കൊടുക്കണം, അലിവ് കൊടുക്കണം. അങ്ങനെ സ്വന്തം മാതാപിതാക്കന്മാരെ നോക്കി പരിപാലിക്കാനുള്ള ഒരു ചുമതല നമുക്കെല്ലാവർക്കും ഉണ്ടെന്നുള്ള കാര്യം എല്ലാ മക്കളോടും ഞാൻ ഒന്ന് അനുസ്മരിപ്പിക്കുകയാണ്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ ഓലിക്കൽ കുടുംബത്തിൻ്റെ ജ്വലിക്കുന്ന പ്രകാശമാണ് ഈ അമ്മ, ചിന്നമ്മ അമ്മ. വാസ്തവത്തിൽ സ്നേഹത്തിന് കൈയും കാലും വെച്ച അനുഭവമാണ് ഈ അമ്മ. സ്നേഹം എന്താണെന്ന് വാക്കുകളേക്കാൾ ജീവിതം കൊണ്ട് തെളിയിച്ച് കാണിച്ച അമ്മ. അതുപോലെ ജീവിത പങ്കാളിയും 3 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ജീവിത പങ്കാളി, അവർ ഈ കുടുംബത്തിന് നൽകിയ മാതൃക ലോകം മുഴുവൻ കാണേണ്ട ഒരു പാഠപുസ്തകമാണ് ഈ ഓലിക്കൽ കുടുംബം. ഇവിടെ ഈ മക്കൾ അപ്പൻ്റെ കൂടെയാണ് നടക്കുന്നത്, അപ്പൻ്റെ കൂടെ നടക്കുന്നു, അപ്പനോട് ഒത്തായിരിക്കാൻ ഇഷ്ടപ്പെടുന്നു, സഹോദരങ്ങളെ പോലെ സ്നേഹിതരെ പോലെ തുറന്ന് സംസാരിക്കുന്നു, പരസ്പരമുള്ള വിശ്വാസം, സ്നേഹത്തിൻ്റെ അനുഭവം, സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്ന അനുഭവം, അതാണ് സ്നേഹം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, എല്ലാ കുടുംബങ്ങൾക്കും ഒരു സുവിശേഷം, സദ്വാർത്ത, പാഠപുസ്തകം ഈ ഓലിക്കൽ കുടുംബം. ഈ മാതാപിതാക്കളിൽ നിന്ന് ജനിക്കാൻ ഇടയായത് വലിയൊരു ഭാഗ്യമാണ്. ഈ അമ്മയെ, ഈ അപ്പനെ ഞങ്ങൾക്ക് കിട്ടിയത് വലിയൊരു അനുഗ്രഹമാണെന്ന് ഹൃദയത്തിൽ തട്ടിപ്പറയുന്ന മക്കളുടെ കുടുംബം. ഈ ഓലിക്കൽ കുടുംബത്തിലെ അവശേഷിക്കുന്ന കണ്ണി ആയ ഈ അമ്മയ്ക്കും അമ്മയുടെ മക്കൾക്കും പേരക്കുട്ടികൾക്കും ഗുഡ്നസ് ടിവിയുടെ ഒരു സ്നേഹ സമ്മാനം ഒത്തിരി സന്തോഷത്തോടെ നൽകുന്നു. ഇതോടുകൂടി മധുരം ജീവിത സായാഹ്നം എന്ന ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച ദൈവം ഇറങ്ങി വസിക്കുന്ന സ്വർഗതുല്യമായ ഒരു കുടുംബത്തിന്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി. ഈ കുടുംബത്തിലെ പുതിയ തലമുറയിലെ മക്കൾക്ക് പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്നേഹവചനമുണ്ട്. പ്രഭാഷകൻ 3-ാം അധ്യായം 6-ാം വാക്യം. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ ഇതുപോലെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന മാതൃകാ കുടുംബങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഫാദർ സെബാസ്റ്റ്യൻ നെടിയാനി VC, ഫോൺ
9847719190. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഫോൺ 8111848719.